ടുട്ടുടുട്ടുട്ടു. ശേ വരി മാറിപ്പോയി. ആ സോ ഹേ ഗൈസ്, വണക്കം. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ 1,00,000 രൂപ ഉണ്ടാക്കാൻ പോവാണ് QFSMBയിൽ. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1K അടുത്ത് എത്താറായിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ആക്കുക. ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തൊന്ന് പവർ ആക്കുക. സോ ഞാൻ ഒട്ടും പറഞ്ഞ് താമസിക്കുന്നില്ല, എല്ലാ തവണ പറയുന്ന പോലെ അഗൈൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മെലിവിൻ, യു ആർ വാച്ചിങ് ഇറ്റ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബേസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ ഞാൻ കഴിഞ്ഞ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കണ്ടവർക്കറിയാം, ഞാൻ ലാസ്റ്റ് പോയി ചത്തായിരുന്നു. ബട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല, വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് ഞാൻ കുറേ ടൂൾസൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ സ്പോണിലേക്ക് പോട്ടെ, എല്ലാം കാണിക്കുന്നതിന് മുമ്പ്. സോ സ്പോണിൽ പോട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ സ്പോണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രേറ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാം 7 കീ, 1 2 അല്ല 7 കീ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഗ്രൈൻഡ് ചെയ്തെല്ലാം സെറ്റാക്കുമെന്ന്. സോ അത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് വിട്ട്, എനിക്ക് ചെറുതായിട്ട് ലാഗുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഹെൽമെറ്റ് വേണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനവും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. സോ ഹെൽമെറ്റ്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് നമ്മുടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നമുക്കൊരു നിക്കർ വാങ്ങട്ടെ, ഒരു നിക്കർ. പിന്നെ നമുക്ക് വേണ്ടത് ഈ സാധനമാണ്, ഇതിൻ്റെ പേരുന്ന ചെരുപ്പ്. സോ ബൂട്ട്സും കൂടെ വേണം, ബൂട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സോഡും പിന്നെ ഒരു പിക്കേസും കൂടെ വാങ്ങിയേക്കാം. പിക്കേസ് നമ്മുടെ ഉള്ള പൊട്ടാറായിട്ടുണ്ട്. സോ ഒരു പിക്കാസും കൂടെ എനിക്ക് വയ്യ സെറ്റ്. ഓക്കെ, ഇതെല്ലാം അങ്ങ് ഇട്ടേക്കാം. സോ ഇത് നീ വേണ്ട ഈ സോഡൊന്നും മാറ്റട്ടെ, എന്നിട്ട് നമ്മുടെ ശരിക്കുള്ള സോഡ് കൈവെക്കട്ടെ. സോ ഇനിയാണ് ഞാൻ നിങ്ങളെ ശരിക്കുള്ള ഗ്രൈൻഡ് കാണിക്കാൻ പോകുന്നത്. സോ ഇവിടെ വന്ന് നോക്കിയാൽ കാണാം, നോക്കിയോ 2.5 സ്റ്റാക്ക് ഡയമണ്ട്, പിന്നെ നമ്മുടെ ഇത് ഈ സാധനത്തിൻ്റെ പേരിന് മറ്റേ നെതറൈറ്റ് ടെംപ്ലേറ്റ്, പിന്നെ നമ്മുടെ ഇത് സ്മിത്തിൻ ടെംപ്ലേറ്റ്, സൈലൻസ്, പിന്നെ മെയിൻ കാര്യം എലേറ്റർ. ഞാൻ പറഞ്ഞല്ലേ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞല്ലേ എല്ലാം സെറ്റാക്കുന്നു. എൻ്റെ സ്കിൻ എന്തിയേ? സോ ഇതിന് മാത്രം കാശ് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഓപ്ഷനിൽ നിന്നാണ് വാങ്ങിയത്, ഓപ്ഷനിൽ നിന്ന്. സോ അതിൽ നിന്ന് കുറേ കാശ് മുടക്കി കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇതെല്ലാം. പിന്നെ എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ കമാൻഡിൽ പോയി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറേ സാധനം വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമ്മളെങ്ങനെ വിൽക്കാൻ ഇടണമെന്ന് എനിക്കറിയത്തില്ല. സോ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് യുവർ ഐറ്റംസിൽ പോയിട്ട് വല്ല ആണോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണുന്നില്ല, പിന്നെ എൻ്റെ അങ്ങോട്ടൊന്നും ഇടാനും പറ്റുന്നില്ല. സോ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സെറ്റാക്കുക. പിന്നെ എന്താ വലിയ പ്രോഗ്രസ് എന്ന് വെച്ചാൽ വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ബേസിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഉണ്ടാക്കി ഈ ട്രീ ഫാം ഇത്രയും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു മരം പോലും ഞാൻ ഇവിടെ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സോ ഒരു മരം പോലും ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരുമായിരിക്കും. സോ വളരാതിരിക്കുന്നില്ലല്ലോ. ഹോം ട്യൂബ്. സോ നമുക്കിതെല്ലാം വേറൊരു ബേസും കൂടെ ഉണ്ട്, ഹോം ട്യൂബ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബേസ്. സോ ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ബേസിൽ നിന്നൊരു 1000 ബ്ലോക്കൊക്കെ ഒന്ന് മാറി നടക്കാൻ വന്നപ്പം കണ്ടാണിത്. ഇത് ആദ്യം കണ്ടപ്പോൾ മൊത്തം ഗ്രീഫായി പൊട്ടിച്ചെതറിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇത് മൊത്തം ഒന്ന് വീണ്ടും ക്ലീനപ്പ് ആക്കി ഒന്ന് സെറ്റാക്കി. പിന്നെ ഇതാണ്ട് ഇവിടെ കണ്ട ഈ സാധനം പേരിന് മോബ് ഫാം, അത് ഞാനാ പണിഞ്ഞത്. സോ അത് ഞാനാ പണിഞ്ഞ് നല്ല എഫിഷ്യൻ്റാണ്. 2 ദിവസം കയറിയാൽ 2 മോബൊക്കെ കിട്ടും. വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമാണ്. സോ പിന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എങ്ങനെയാണ് 1,00,000 രൂപ ജസ്റ്റ് 30 മിനിറ്റിനുള്ള ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അതിന് ആദ്യം വേണ്ടത് ഒറ്റ ഒരു കാര്യമാണ്, ഏകദേശം ഒരു ഡയമണ്ട് സോഡ് എങ്കിലും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. സോ 2 ഡയമണ്ട് സോഡെങ്കിലും വേണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ടങ്ങ് പൊട്ടിച്ചിടുക. സോ വേണ്ട ഒരുത്തം വന്നു, വളരെ സന്തോഷമുണ്ട്. ജയ് അത് കാണിക്കാൻ പറ്റി. സോ നൈസ്. അടുത്തതും വന്നു, വീണ്ടും സന്തോഷമുണ്ട്. സോ അത് വന്നിട്ടുണ്ട്. സോ നമുക്കിതെല്ലാം അങ്ങ് പൊട്ടിക്കണം. ഇതൊരു സെറ്റാണ്. ഈ ഒരു സെറ്റ് പൊട്ടിച്ചാൽ നമുക്ക് ഏകദേശം 50-60K കിട്ടും. അങ്ങനെ അടുത്ത സെറ്റും കൂടെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് 100K സുഖമായിട്ട് കിട്ടും. അതായത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് വരെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവിടെ വളരും, അതാണ് എൻ്റെ പ്രത്യേകത. സോ എന്തായാലും ഇത് ഉണ്ടാക്കിയാൽ ബുദ്ധിമാനാണ്. പക്ഷേ ഞാൻ ബേസായിട്ട് ഇപ്പോൾ എടുത്തു. ബാമ്പു എല്ലാം പൊട്ടിക്കുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത എല്ലാ സാധനം കയറ്റി വെക്കണം, കാരണം എന്നാലും നമ്മളെ ഇത് ഇൻവെർട്ടർ ഉള്ളൂ, അല്ലേ പെട്ടെന്ന് ഇൻവെർട്ടർ തീരും. സോ എല്ലാം കയറ്റി വെച്ചിട്ട് നേരെ ഇവിടെ വരിക, എന്നിട്ട് പൊട്ടിക്കാൻ തുടങ്ങുക. സോ ഇത് അത്യാവശ്യം നല്ല ലാഗ് എടുക്കും. നിങ്ങളുടെ വലിയ ഡിവൈസൊക്കെ ആണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. സോ അത്യാവശ്യം നല്ല ലാഗ് എടുക്കും. ഓക്കെ,
ഇതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ. സോ ആദ്യത്തെ ഒരു റോ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. സോ ഇനി ഇതെല്ലാം കളക്ട് ചെയ്യണം. സോ ഇതെല്ലാം കളക്ട് ചെയ്യുമ്പോൾ ഏകദേശം പാതി ഇൻവെർട്ടർ നിറയും. സോ ഇതെല്ലാം ഒന്ന് കളക്റ്റും കൂടെ ചെയ്യട്ടെ. ഞാൻ നേരത്തെ കുറച്ച് ചെസ്റ്റിൽ അത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് നമ്മുടെ ഇൻവെർട്ടർ ഫുള്ളാവും. എന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ എനിക്ക് സ്പോണിൽ പോകണം, സെൽ ഓപ്ഷനിൽ പോകുന്നതിന് മുമ്പ്. സോ ആദ്യം തന്നെ സ്പോണിൽ പോകട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ലീഡർ ബോർഡ് കാണാനാണ്. നമുക്കിപ്പോൾ 0 കാശാണ്. 2642 സ്ഥാനത്താണ് ഞാൻ. എനിക്ക് വയ്യ, ഞാൻ ഒരു കില്ലാടി തന്നെ അല്ലേ. 2642 പേര് ഈ സെർവറിൽ കളിക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ ആയിരിക്കും ഞാൻ. ഐ തിങ്ക് ലാസ്റ്റത്തെ ആയിരിക്കും ഞാൻ. അത് പോട്ടെ. സോ അത് ഇനി ആൾക്കാർ കയറാം. സോ അപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ ബേസ് 2ലേക്ക് പോകാം. സോ എന്നിട്ട് നമ്മുടെ നേരെ സെൽ ഓപ്ഷനിൽ ചെല്ലുക, ഇതെല്ലാം എടുക്കുക, എന്നിട്ട് നേരെ അങ്ങ് വെച്ചെടുക്കുക, എന്നിട്ട് വിൽക്കുക. ഒറ്റയടിക്ക് 11K കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ 11,000 രൂപ കിട്ടിയിട്ടുണ്ട് 0-ൽ നിന്ന്. സോ ഇതേപോലെ അങ്ങ് വരെ ഓരോ റോ വെച്ച് ഇങ്ങനെ പൊട്ടിച്ച് പോകണം. സോ അതുകൊണ്ടാണ് ഒരു ഡയമണ്ട് സോഡ് വേണമെന്ന് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. സോ വീണ്ടും സെൽ ഓപ്ഷനിൽ ചെല്ലുക, ഉള്ളത് മൊത്തം എടുത്ത് അങ്ങ് സെല്ല് ചെയ്യുക. ഓക്കെ. സോ ഇതും കൂടെ വിറ്റ് കഴിഞ്ഞാൽ 23K. ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞില്ല എല്ലാം സെറ്റാക്കുമെന്ന്. ഇപ്പം വെറും 2 വിറ്റുകളിൽ 23,000 രൂപ സെറ്റാക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ഇതും കൂടെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് 50K കിട്ടും. സോ ഇതെല്ലാം അങ്ങ് എടുത്ത് വയ്ക്കട്ടെ. ഓക്കെ. അങ്ങനെ ഫൈനലി 57K കിട്ടിയിട്ടുണ്ട്. 57,000. അതും ജസ്റ്റ് 10-11 മിനിറ്റിനുള്ളിൽ നമ്മൾ 57,000 ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, ഞാൻ വന്ന് കില്ലാടി തന്നെ. ഫൈനലി ഈ ലോഡും കൂടെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 100K ആവും. സോ നേരെ സെൽ ഓപ്ഷനിൽ ചെല്ലട്ടെ, എന്നിട്ട് വിൽക്ക്. ഓക്കെ. സോ ഇതും കൂടെ വിറ്റ് കഴിഞ്ഞാൽ 104K. ലെറ്റ്സ് ഗോ. അതും ഏകദേശം 30 മിനിറ്റുള്ളിൽ, ഏതാണ്ട് 26 സംതിങ് മിനിറ്റും കണ്ടായുള്ളൂ. എനിക്ക് വയ്യ, ഞാൻ വന്നൊരു കില്ലാടി തന്നെ. സോ ഇതാണ് ഈ ബാമ്പ് വെച്ചോട്ട് വിൽക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പരി, അതും ബിഗിനേഴ്സിന്. സോ നിങ്ങളൊരു ഡയമണ്ട് സോഡും ഉണ്ടാക്കി നേരെ ഇവിടെ അങ്ങ് ഇത് പൊട്ടിക്കാൻ നിന്നാൽ മതി. ഒറ്റയടിക്ക് 100K സുഖമായിട്ട് കിട്ടും. സോ നമുക്ക് ഇനി ഒരു റോയും കൂടെ പൊട്ടിക്കാനുണ്ട്. അതും കൂടെ പൊട്ടിച്ചേക്കാം. കാരണം വെറുതെ എന്തിനൊരു ഫിനിഷിങ് വേണ്ടേ, കൊണ്ട് ഇതും കൂടെ അങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ. അതും കൂടെ വിറ്റിട്ടുണ്ട്. അങ്ങനെ 113K കിട്ടിയിട്ടുണ്ട് കറക്റ്റ് 30 മിനിറ്റിനുള്ളിൽ. എനിക്ക് വയ്യ, ഞാൻ ഒരു കില്ലാടി തന്നെ. സോ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ ഈ സംഭവമല്ല, മറ്റേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ മോബ് ഫാം ഇല്ലേ, അതൊക്കെ ഞാൻ ഇന്നലെ പണിഞ്ഞായിരുന്നു. അന്നേരം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇത് മൊത്തം ഗ്രീസ് ആയിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞാണ് ഗ്രീസ് ചെയ്തതിൻ്റെ അത്ര ഇല്ലായിരുന്നു. കഴിഞ്ഞാണ് ഗ്രീസ് ചെയ്തപ്പോൾ എൻ്റെ പാതിയില്ലായിരുന്നു. അന്നേരം ഞാൻ വീണ്ടും ശരിയാക്കി. ഇതാണ് ഗ്രീസ് ചെയ്തതിന് അധികം ഒന്നും കളഞ്ഞില്ല. അതിൽ സന്തോഷമുണ്ട്. അവനോട് താങ്ക് യു ഉണ്ട്. അവൻ ചിലപ്പം വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ടായിരിക്കും. സോ ഇതെൻ്റെ സെക്കൻഡ് ബേസാണ്. നമ്മുടെ ഫസ്റ്റ് ബേസ് അറിയാമല്ലോ, നേരത്തെ കണ്ടല്ലേ അവിടെ. സോ ഇതല്ലാതെ നമുക്ക് വേറെ 2 ബേസും കൂടിയുണ്ട്. സോ പറഞ്ഞ എല്ലായിടത്തും നമുക്കൊരു പിടി വേണം. രാഷ്ട്രീയത്തിൽ ആയാലും എവിടെയായാലും ഒരു പിടി വേണം. ഇതെല്ലാം വേറെ 2 ബേസും കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കോർഡിനേറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഹോമായിട്ടൊന്നും സെറ്റാക്കിയിട്ടില്ല. സോ അത് നിങ്ങളിപ്പം കാണിക്കത്തുമില്ല. സോ ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇനി ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് സെറ്റാക്കാം. സോ വേറെ വിഷയമൊന്നുമില്ല. സോ ഇവിടെ നിന്ന് പക്ഷേ ഞാൻ കോർഡിനേറ്റ് കാണിച്ചു തരത്തില്ല. ബിക്കോസ് കോർഡിനേറ്റ് കാണിച്ചാൽ നമ്മുടെ ചാനൽ കാണുന്നതിൽ ഏകദേശം ഒരു ഇപ്പം 100 പേര് കണ്ടാൽ അതിലെ 2 പേര് ഇത് നശിപ്പിക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് കോർഡിനേറ്റ് ഞാൻ തരാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഇനി ഉപയോഗിക്കാനുള്ളതാണ്. സോ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വരുവാണേലും, പക്ഷേ കോർഡിനേറ്റ് തന്നിട്ടും വലിയ കാര്യമില്ല, കാരണം കുറേ ദൂരെയാണിത്. ഏകദേശം ഒരു 10,000 ബ്ലോക്ക് സംതിങ് ഉണ്ട്. അപ്പം കുറേ ദൂരെയാണിത്. സോ നിങ്ങൾ കണ്ടുപിടിച്ച് വരാനും പാടാണ്. നിങ്ങൾ കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ വേറെ വിഷയമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അറിയാമല്ലോ. പിന്നെ നമ്മുടെ സ്പോണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലീഡർ ബോർഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര സ്ഥാനത്താണെന്ന് നോക്കട്ടെ. 247 സ്ഥാനത്ത്. എത്രയിലായിരുന്നു നിന്നേന്ന് പറഞ്ഞുണ്ടോ? 2642 സ്ഥാനത്ത് നിന്ന് 247 സ്ഥാനത്തിലേക്ക്. എനിക്ക് വയ്യ, ഞാൻ ഒരു കില്ലാടി തന്നെയല്ലേ. സോ ഇത് നമ്മൾ അധികം ഒന്നും ആയിട്ടില്ല, സാധാ പ്ലേസ് ഉണ്ടാക്കുന്ന അത്ര ആയിട്ടുള്ളൂ. നമുക്ക് 1 മില്യൺ 2 മില്യൺ അങ്ങനെയൊക്കെ സെറ്റ് ആകണം. സോ ഇവിടെ വന്ന് നോക്കി കാണുന്നുണ്ട് 5 മില്യൺ 6 മില്യൺ 10 മില്യൺ 11 മില്യൺ 12 മില്യണൊക്കെയാണ്. സോ ഇതിൽ എനിക്ക് ഏതെങ്കിലും ലീഡർ ബോർഡിൽ കയറണം, അതാണ് എൻ്റെ ആഗ്രഹം. സോ പറ്റുവാണെങ്കിൽ നമുക്ക് കയറണം. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ സെറ്റാക്കും, എന്തായാലും കയറും. സോ ഇപ്പം നമ്മൾ 1 മില്യൺ പോലും ആയിട്ടില്ല. സോ അപ്പോൾ ഒരു 5 മില്യൺ ഉണ്ടാക്കിയാൽ മതിയല്ല, വേറെ വിഷയമൊന്നുമില്ല.
സോ അതിന് നമ്മുടെ ബാംബു ഫാം ഉണ്ട്, അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. 2 സോഡും എടുത്ത് അങ്ങ് ഇറങ്ങിയാൽ മതി, ഒറ്റയടിക്ക് 1 മില്യണൊക്കെ അടിച്ച് സെറ്റാക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഏറ്റവും മേളിൽ വന്ന അലാപ്പിയാണ് 35 മില്യൺ. അയ്യോ, ഇതൊക്കെ എങ്ങനെയല്ലേ ഉണ്ടാക്കിയത്? അതായത് 35 മില്യൺ എന്ന് വെച്ചാൽ എത്രയാണ്? 3 കോടി സംതിങ് വരും. 3,54,21,000. എനിക്ക് വയ്യ. സോ പിന്നെ നമ്മുടെ ഓപ്ഷൻ പരിപാടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണമെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വാങ്ങാതെ ഇരിക്കത്തൊന്നുമില്ല. സോ പക്ഷേ നമുക്ക് അപ്പോടാവുന്ന വില വാങ്ങണം കേട്ടോ, അല്ലാതെ 1 ബില്യണൊക്കെ കൊടുത്ത് വല്ല സാരം വാങ്ങാൻ പറയില്ല. അതൊക്കെ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ, അതൊന്നുമില്ല. അല്ലാതെ വല്ല സിമ്പിളായിട്ടുള്ള കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് വാങ്ങാം. പിന്നെ നമുക്ക് ഒരു ഇലക്ട്രിയും കൂടെ വാങ്ങണം ഫോർ സേഫ്റ്റി. സോ മിക്ക ഇതിൻ്റെകത്തുള്ള ആവശ്യമുള്ള സാധനമെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്പോണർ അതൊക്കെ പറ്റുവാണെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ ഷാർഡ് കൊടുത്ത് സെറ്റാക്കിയാൽ മതി. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം, നല്ല ഏകദേശം 1 മണിക്കൂറായി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂറൊന്നും ആയില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്. ഓക്കെ, ബൈ ബൈ.